ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിവ്യൂ ഗാലറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നത് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ആണ്. ഇത് മിസ് ക്ലെയറിൻ്റെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീമാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ലിപ്സ്റ്റിക്കിന് ഫിക്സഡ് ആയിട്ടുള്ളൊരു പ്രൈസ് ഇല്ല. ഓരോ ഓൺലൈൻ സൈറ്റിലും ഡിഫറെൻറ്റ് പ്രൈസിനാണ് അവർ സെല്ല് ചെയ്യുന്നത്. നൈക്ക, ആമസോൺ, പർപ്പിൾ, ഫ്ലിപ്കാർട്ട് ഇതിലൊക്കെ ഈ ഒരു ലിപ്സ്റ്റിക്ക് അവൈലബിൾ ആണ്. ഇത് ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ ഞാൻ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ മിസ് ക്ലെയറിൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് വാങ്ങിയത് നൈക്കയിൽ നിന്നാണ് വാങ്ങിയത്. നൈക്കയിൽ 295 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത്തിരി കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് നൈക്കയിൽ. പക്ഷേ ഒരുപാട് ഇൻസ്റ്റഗ്രാം സ്റ്റോറുകളുണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. മിസ് ക്ലെയറിൻ്റെ ലിപ്സ്റ്റിക്കുകൾ സെല്ല് ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റഗ്രാം സ്റ്റോറുകളുണ്ട്. അവിടെയൊക്കെ അവിടെ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് 200 രൂപയ്ക്ക് താഴേക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാൻ സാധിക്കും. 175, 180 റുപ്പീസിനൊക്കെ മിസ് ക്ലെയറിൻ്റെ ലിപ്സ്റ്റിക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്കറിയാവുന്ന 2-3 ഇൻസ്റ്റഗ്രാം സ്റ്റോറുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ 295 റുപ്പീസിന് നമുക്ക് കിട്ടുന്നത് 6.5 ഗ്രാം പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇതിന് 3 ഇയേഴ്സ് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതൊന്നും ഇതിൻ്റെ പാക്കേജിങ്ങിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒരു സീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമല്ലാണ് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 2022 വരെ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മിസ് ക്ലെയറിൻ്റെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീം നിക്സിൻ്റെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീമിൻ്റെ ഒരു ഡ്യൂപ്പാണെന്നും കോപ്പി ആണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അത് എക്സാക്ട് സെയിം തന്നെയായിട്ടാണ് എനിക്കും തോന്നിയത്. കാരണം പാക്കേജിങ് വൈസ് നോക്കുകയാണെങ്കിൽ രണ്ടിൻ്റെയും ഒരേപോലത്തെ പാക്കേജിങ് ആണ് കൊടുത്തേക്കുന്നത്. ടെക്സ്ചർ വൈസ് നോക്കുകയാണെങ്കിലും രണ്ടിൻ്റെയും സിമിലർ ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് ഈ രണ്ട് ലിപ്സ്റ്റിക്കിൻ്റെയും വരുന്നത്. പക്ഷേ പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. NYXൻ്റെ പ്രൈസ് 600 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. മിസ് ക്ലെയറിൻ്റെ 295 റുപ്പീസാണ് വരുന്നത്. പിന്നെ ലാസ്റ്റിംഗ് പവറും രണ്ടിൻ്റെ ഡിഫറെൻ്റ് ആണ്. നിക്സിനാണ് കുറച്ചും കൂടി ലാസ്റ്റിംഗ് പവർ കൂടുതലുള്ളത്. നിക്സിൻ്റെ ഏകദേശം ഒരു 6 hours വരെ നമ്മളൊന്നും കഴിക്കാണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മളെ ലിപ്സിൽ അത് സ്റ്റേ ചെയ്യും. മിസ് ക്ലെയറിൻ്റെ ആണെങ്കിൽ മാക്സിമം ഒരു 3 hours വരെ നമ്മളെ ലിപ്സിൽ അത് സ്റ്റേ ചെയ്യത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ നമ്മൾ ഫിനിഷ് വൈസും ഡിഫറെൻ്റ് ആണ് കേട്ടോ. NYXൻ്റെ ആണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷാണ് വരുന്നത്. നമ്മൾ ലിപ്സിലിട്ട് ഒരു 2-3 സെക്കൻഡ് ആകുമ്പോഴേക്കും നമ്മൾ ലിപ്സിലേക്ക് അത് മാറ്റ് ഫിനിഷിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ടാവും. പക്ഷേ മിസ് ക്ലെയറിൻ്റെ ആണെങ്കിൽ ഒരു സെമി മാറ്റ് ഫിനിഷാണ്. അറൗണ്ട് ഒരു 10 സെക്കൻഡ് വരെ വേണം ഈ ഒരു മിസ് ക്ലെയറിൻ്റെ ലിപ്സ്റ്റിക്ക് നമ്മൾ ലിപ്സിൽ ഒന്ന് ഡ്രൈ ആയിട്ട് മാറ്റ് ഫിനിഷിലേക്ക് കൺവേർട്ട് ആയിട്ട് വരാനായിട്ട്. അപ്പോൾ ലാസ്റ്റിംഗ് പവർ കൂടുതലും NYXൻ്റെ തന്നെയാണ് വരുന്നത്. പിന്നെ വേറൊരു ഡിഫറെൻ്റ് ഉള്ളത് NYXൻ്റെ ഷെയ്ഡ് നമ്പറും നെയിമും അവർ കൊടുത്തിട്ടുണ്ട്. മിസ് ക്ലെയറിൻ്റെ ആണെങ്കിൽ ഓൺലി ഷെയ്ഡ് നമ്പർ മാത്രമാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും പാക്കേജിങ് വൈസും ടെക്സ്ചർ വൈസും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഇതിൻ്റെ പാക്കേജിങ് നോക്കുകയാണെങ്കിൽ ഒരു കളർ കോഡഡ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ട്യൂബിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. ഇതിൻ്റെ എക്സാക്റ്റ് ഒരു സെയിം ആയിട്ടുള്ളൊരു കളറാണ് ഇതിൻ്റെ താഴ്ഭാഗത്ത് കൊടുത്തേക്കുന്നത്. മേലെ ഇതുപോലെ ബ്ലാക്ക് കളറിലായിട്ടുള്ള ഒരു ക്യാപ്പാണ് കൊടുത്തേക്കുന്നത്. താഴ്ഭാഗത്ത് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് പഴയ എഡിഷനുള്ള മിസ് ക്ലെയറിൻ്റെ ലിപ്സ്റ്റിക്കിലൊന്നും ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റീസെൻ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകളിലാണ് ഇതുപോലെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊരു ക്രൂവാലിറ്റി ഫ്രീ ബ്രാൻഡാണ്. അതുപോലെ തന്നെ ഹൈപ്പോ അലർജനിക് ആണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അപ്ലിക്കേറ്റർ വരുന്നത് ഡോഫൂട്ട് അപ്ലിക്കേറ്ററാണ്. നല്ല ഈസിയാണ്, നമുക്ക് നല്ല ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റിയൊരു അപ്ലിക്കേറ്ററാണ് ഇതിൻ്റെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ടെക്സ്ചർ വരുന്നത് ക്രീമി ടെക്സ്ചറാണ്, വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു സെമി മാറ്റ് ഫിനിഷാണ് നമ്മൾ ലിപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സെമി മാറ്റ് ഫിനിഷിലേക്കാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് കൺവേർട്ട് ആവുന്നത്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു മോയ്സ്ചറൈസിങ് ഫീലിംഗ് ഉണ്ട്, ഒരു ഗ്ലോസി ഫീലിംഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 10 സെക്കൻഡിന് ശേഷം ഇത് മാറ്റ് ഫിനിഷിലേക്ക് കൺവേർട്ട് ആവും. പിന്നെ ലാസ്റ്റിംഗ് പവർ ഈ ഒരു ലിപ്സ്റ്റിക്കിന് വളരെ കുറവാണ്. അറൗണ്ട് ഒരു 3 hours വരെ നമ്മളെ ലിപ്സിൽ ഇത് ലാസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഫെയ്ഡ് ആവുന്നുണ്ട്. പിന്നെ അത് ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, നമ്മളെ ലിപ്സിൽ നിന്ന് പെട്ടെന്ന് ഇത് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിസ് ക്ലെയറിൻ്റെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീമിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വൈഡ് ആയിട്ടുള്ളൊരു റേഞ്ചാണ്. ഏകദേശം ഒരു 50-ലും മേലെ ഷെയ്ഡ്സ് ഈ ഒരു ലിപ്സ്റ്റിക്കിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ അകത്ത് ന്യൂഡ്സ് ഉണ്ട്, പിങ്ക്, റെഡ്, ബ്രൗൺ, ഓറഞ്ച്, അങ്ങനെ വേണ്ട നമ്മളുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയ എല്ലാ ഷെയ്ഡ്സും ഈ ഒരു ലിപ്സ്റ്റിക്കിൽ അവൈലബിൾ ആണ്.
പിന്നെ ചില കാര്യങ്ങൾ ഞാൻ നോട്ടീസ് ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഷെയ്ഡ്സ് ഉണ്ടല്ലോ റിപ്പീറ്റഡ് ആണ്, ചില ഷെയ്ഡ്സ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില ഷെയ്ഡ്സ് നമ്മൾ ഒരു പൊടിക്ക് ഡിഫറൻസേ ഉള്ളൂ, രണ്ട് ഷെയ്ഡ്സ് ഒരേപോലെ സിമിലർ ആയിരിക്കും, ഒരു പൊടിക്ക് ഡിഫറൻസ് മാത്രമേ ചില ഷെയ്ഡ്സ് തമ്മിലുള്ളൂ. പിന്നെ ചില ഷെയ്ഡ്സിന് പിഗ്മെൻറ്റേഷൻ കുറവാണ്, നമ്മളൊരു 2-3 പ്രാവശ്യം ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നല്ല പിഗ്മെൻറ്റേഷൻ നമുക്ക് ലിപ്സിൽ കിട്ടുന്നത്. അടിപൊളി റേഞ്ചാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് മിസ് ക്ലെയറിൻ്റെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീം. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സാണ് 31, 58, 55. ഈ ഒരു 3 ഷെയ്ഡ്സാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ഇനി നമുക്ക് ലിപ് സ്വാച്ചസ് കാണാം. അപ്പോൾ എൻ്റെ അടുത്ത് 2 ഷെയ്ഡ്സാണ് ഉള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഷെയ്ഡ് 21 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതൊരു പിങ്കി ന്യൂഡാണ്, ഫെയർ ടു മീഡിയം സ്കിൻ ടോണിനാണ് ഈ ഒരു കളർ നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുക. അടുത്ത ഷെയ്ഡ് നമ്പർ 55. ഇതൊരു പിങ്കി മോവി കളറാണ്. മോവിൻ്റെ അണ്ടർടോണാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിൽ കൂടുതലായിട്ടുള്ളത്. ഇത് ഡസ്കി ആയിട്ടുള്ളവർക്ക്, അതായത് കളർ കുറഞ്ഞവർക്കാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുക. അവർക്കിതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ന്യൂഡായിരിക്കും.